ഹായ് ഫ്രണ്ട്സ്, ഇനി നമുക്കൊരു ചക്ക കൊണ്ട് പുട്ട് തയ്യാറാക്കാം. ഇത് ഞാൻ ചെറിയ ഒരു മധുരമുള്ളതാണ് ചക്ക എടുത്തിരിക്കുന്നത്. ഇത് നമുക്ക് മിക്സിക്കിലിട്ട് അടിച്ചെടുക്കാം. ഞാൻ പിന്നെ ഒരു 2 കപ്പ് അരിപ്പൊടി എടുത്തിട്ടുണ്ട്. കുറച്ച് തേങ്ങ ചിരകി വെച്ചിട്ടുണ്ട്. ഇത് ഞാൻ അരിപ്പൊടി പച്ചരി കഴുകി ഉണക്കി പൊടിച്ചതാണ്. ഇനി നമുക്കിത് അരച്ചെടുക്കാം. കണ്ടോ, നല്ല ഇതായിട്ട് അരച്ചെടുത്ത് വെള്ളമൊന്നും ചേർക്കരുത്. ഇനി നമുക്കിത് മാവിലോട്ടിട്ട് കൊടുക്കാം. ഇതിനകത്തിലേക്ക് നമുക്ക് ലേശം ഉപ്പിട്ട് കൊടുക്കാം. നമുക്ക് പുട്ടിന് ആവശ്യമുള്ള. ഇനി ഇത് വെള്ളം ചേർക്കാതെ ആദ്യം നമുക്ക് ഈ മാവൊന്ന് കുഴച്ചെടുക്കാം. നമ്മുടെ പുട്ടിൻ്റെ പൊടി ഇവിടെ നല്ലതുപോലെ നനച്ചിട്ടുണ്ട്. കുറച്ച് ഒരു ശകലം വെള്ളവും കൂടെ ചേർത്താണ് കുഴച്ചത്. ചില പൊടിയുടെ പോലെ ഇരിക്കും വെള്ളം ചേർക്കേണ്ടതൊക്കെ. അതുകൊണ്ട് ഇനി നമുക്കിത് മറയ്ക്കാം. ഞാൻ കുറച്ച് ചക്ക ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് ഫില്ല് ചെയ്യാം. ആദ്യം 1 സ്പൂൺ തേങ്ങ ഇട്ട് കൊടുക്കാം. പിന്നെ 1 സ്പൂൺ ചക്ക ഇട്ട് കൊടുക്കാം. പിന്നെ നമുക്ക് കുറേശ്ശെ നമ്മുടെ പൊടി ഇട്ട് കൊടുക്കാം. പകുതി വരെ നമ്മുടെ പൊടി ഇട്ട് പിന്നെയും കുറച്ച് തേങ്ങ ഇട്ട് കൊടുക്കാം. പിന്നെയും കുറച്ച് ചക്ക ഇട്ട് കൊടുക്കാം. പിന്നെ നമ്മുടെ പൊടി ഇട്ട് കൊടുക്കാം. പിന്നെ അതിൻ്റെ മേളിൽ പിന്നെയും കുറച്ച് തേങ്ങ ഇട്ട് കൊടുക്കാം. അതിൻ്റെ മേളിൽ കുറച്ച് ചക്കയും കൂടി ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിത് ആവിയേറ്റെടുക്കാം. നമ്മുടെ പുട്ടിന് നല്ലതുപോലെ ഇവിടെ ആവി വരുന്നുണ്ട്. ഇനി നമുക്കിത് മാറ്റാം. നമ്മുടെ പുട്ടിവിടെ റെഡിയായിട്ടുണ്ട്. കണ്ടോ, നല്ല മണമുണ്ട്. ചക്കയുടെയും നല്ല ചൂട് വാഴയിലയുടെ നല്ല മണം വരുന്നുണ്ട്. അങ്ങനെ നമ്മുടെ ചക്കപ്പുട്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് വെറുതെ ഇങ്ങനെ കഴിക്കാനും നല്ല ടേസ്റ്റാണ്. പിന്നെ പഴമോ കടലക്കറിയോ എന്തായാലും നല്ല കോമ്പിനേഷനാണ്. എല്ലാവരും ഇത് ട്രൈ ചെയ്യണം. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക.